നമസ്കാരം. മറുനാടും മലനാടും ഒരു വിസ്മയമാണ്, കാഴ്ചയുടെ അനുഭവങ്ങളുടെ വിസ്മയം. മറുനാടൻ കാഴ്ചകളിൽ ലോകം മലനാടിന് മുന്നിൽ തുറന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മറുനാടും ഇതാ 6ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും സ്വാഗതം. മറുനാടും ഇനി നമുക്ക് ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാം, ഷൈജു ജോർജ്. എന്തുകൊണ്ട് നമ്മൾ ഈ മനുഷ്യനെ തേടിയെത്തിയെന്നുള്ളതിന് ഉത്തരമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നും തിരിച്ചെത്തി വിജയം വരിച്ച ഒരു കഥയാണ് അദ്ദേഹത്തിന് നമ്മോട് പറയാനുള്ളത്. മലയാളികൾ പൊതുവെ പ്രവാസികളാകുന്നതിന് കാരണം മലയാള നാട്ടിലെ തൊഴിലില്ലായ്മയും കുടുംബ പ്രാരാബ്ധങ്ങളുമാണ്. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ ചെറുപ്പക്കാരൻ്റെ കാര്യം. കൗമാരത്തിൻ്റെ കൗതുകലോകത്ത് മറ്റുള്ളവർ മേഞ്ഞു നടക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഷൈജു വ്യത്യസ്തമായ ഒരു വഴിയിലേക്കിറങ്ങി. ബിസിനസ് രംഗത്തേക്ക്, അതും തൻ്റെ 17ാം വയസ്സിൽ. ബിസിനസ് രംഗത്ത് പാരമ്പര്യമുണ്ടായിരുന്നു ഷൈജുവിൻ്റെ കുടുംബത്തിന്. എന്നാൽ 17 വയസ്സിലെ അപക്വമായ തീരുമാനങ്ങളും അനുഭവക്കുറവും അയാളുടെ ബിസിനസ് വൻ തകർച്ചയിലാണ് കൊണ്ടെത്തിച്ചത്. അത് ഷൈജുവിനും കുടുംബത്തിനും 3 കോടിയോളം രൂപയുടെ ബാധ്യതയുണ്ടാക്കി വെച്ചു. പപ്പയുടെ സ്വത്തുക്കളെല്ലാം വിറ്റ് ഞാൻ ഊട്ടിയിൽ പോയി. ഞാൻ അവിടെ ഊട്ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, പച്ചക്കറി കച്ചവടം, വെജിറ്റബിൾ ബിസിനസ്. അവിടെ വെജിറ്റബിൾ ബിസിനസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ ഈസി തിങ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് മാർക്കറ്റിൽ നിന്ന് ആളുകളെ കൂട്ടിയിട്ട് ലോറി എടുത്തിട്ട് പോയിട്ട് ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, ഇങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ലോഡ് ചെയ്യുക, നാട്ടിലോട്ട് അത് ലോറിയിൽ അയക്കുക. വൈകുന്നേരം ഒരു 4 മണി ആകുമ്പോഴേക്കും ലോറി പോകും. അത്രയും സമയം തൊഴിലാളികൾ ഒന്നിച്ചുള്ളൊരു ജീവിതം, ഹാർഡ് വർക്കിംഗ്. അന്ന് എനിക്കൊരു 30,000 രൂപ ബാങ്കിൽ ഒരു ലയബിലിറ്റി ഉണ്ടായിരുന്നു, ജപ്തി ഉണ്ടായിരുന്നു. മന്ത്ലി 30,000 രൂപ ഞാൻ അടച്ചില്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ജപ്തി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ, എനിക്ക് ഭക്ഷണം നേരെ ചൊവ്വനെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഐ മീൻ, ആ ഒരു ഫുഡ് കഴിക്കുന്ന സമയം അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന പൈസയും കൂടി എനിക്ക് സേവ് ചെയ്യാമോ എന്ന് വിചാരിച്ച് ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റും ഒരു ചായയും മാത്രം കഴിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഒരു പരീക്ഷയിൽ തോറ്റാൽ പോലും ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന നവമലയാളി സമൂഹത്തിന് ഒരു പാഠമാണ് ഷൈജുവിൻ്റേത്. തകർച്ചയിൽ പതറാതെ തിരിച്ച് അവിടേക്ക് തന്നെ എത്തുകയും വീണ്ടും അവിടെ നിന്ന് മുകളിലേക്കും. പതിയെ ഷൈജു ബാധ്യതകളിൽ നിന്നും കരകയറി വന്നു. പിന്നെ ഊട്ടിയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആരംഭിച്ചു. എന്നോടൊപ്പം നിന്ന് എൻ്റെ സുഹൃത്തുക്കളാണ് ഒരു ഇൻസ്പിരേഷനായിട്ടുള്ളത്. അന്നും എൻ്റെ ഒരു ആത്മസുഹൃത്ത് സിബു പടയാട്ടിൽ, അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ ഒപ്പമാണ് ഞാൻ ഊട്ടിയിൽ പ്രൊമോട്ടിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരും കൂടി സ്റ്റാർട്ട് ചെയ്ത് ഒരു വലിയൊരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കിയെടുത്തു ഊട്ടിയിൽ. എൻ്റെ മറ്റുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും, എൻ്റെയും സിബുവിൻ്റെയും കോമൺ സുഹൃത്തുക്കൾക്കും അസൂയ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ചയായിരുന്നു ഞങ്ങളുടെ ഊട്ടിയിലെ വളർച്ച. കഠിനാധ്വാനിയായ ചെറുപ്പക്കാരനെ ദൈവം കൈവിട്ടില്ല. ഷൈജു ഊട്ടിയിലെ പ്രശസ്തനായ ബിൽഡറും പ്രൊമോട്ടറുമായി മാറി. ജീവിതം വീണ്ടും സമ്പൽ സമൃദ്ധമായി. ആ സമയത്താണ് ഒരു കൂട്ടുകാരൻ്റെ പ്രേരണയിൽ ദുബായിലേക്ക് വിസിറ്റിംഗ് വിസയിലെത്തുന്നത്. ദുബായിൽ ഞാൻ വരുന്നത് 4 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ ദുബായ് റോഡുകളിൽ കൂടെ വണ്ടി ഓടിച്ച് ഇങ്ങനെ നടക്കുക എന്നുള്ളത്. ഒരിക്കലും പ്രതീക്ഷിച്ചാൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പോലും എനിക്ക് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഞാനിവിടെ ഒരു ബിസിനസ് തുടങ്ങുമെന്നോ ഒരിക്കലും, തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം. ദുബായിൽ എല്ലാവരും വരുന്ന പോലെ 10 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തോട്ടോ ഉള്ള ഒരു വിസിറ്റ് വിസയിൽ വന്ന്, വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട്, പുള്ളിയുടെ ഒരു പ്രപ്പോസൽ, ഒരു കാറ്ററിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളൊരു ആലോചനയിൽ അങ്ങനെ തുടങ്ങിയ ഒരു ബിസിനസ്. അത് ഇന്നിപ്പോൾ 4 വർഷത്തോളം ആകുന്നു. ഇന്നെനിക്ക് 6ഓളം LLC കമ്പനികളുണ്ട്. ഒരു 25 പേരെ വെച്ച് ഞാൻ തുടങ്ങിയ ചെറിയൊരു കാറ്ററിംഗ് ഡിവിഷൻ. ഇന്ന് എനിക്ക് 4,000 പേർക്ക് ഞാൻ ഡെയിലി ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇന്ന് ദുബായിയിൽ 6 LLC കമ്പനികളുടെ ഉടമയാണ് ഷൈജു. വെറും 4 വർഷം കൊണ്ടാണ് ഇതൊക്കെ നേടിയതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ ആദരണീയനായി മാറുന്നത്. UAE ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഇവിടുത്തെ നിയമങ്ങൾ, അതൊരു വലിയ ഘടകം തന്നെയാണ് ഇവിടെ ബിസിനസ് വിജയിക്കാനുള്ള കാരണം. എല്ലാം സിസ്റ്റമാറ്റിക് ആണ്. ഈവൻ ഒരു ലേബർ കോൺട്രാക്റ്റിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബേഴ്സിനും ഫേവറബിൾ ആണ്, സെയിം ടൈം ഓണർക്കും ഫേവറബിൾ ആണ്. ഒരു ബാക്ക് ടു ബാക്ക് സെക്യൂരിറ്റി ഉണ്ട് ഇവിടുത്തെ എല്ലാ നിയമങ്ങൾക്കും. സോ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി, ഇപ്പം എൻ്റെ ഫീൽഡിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാം.
നമ്മുടെ നാട്ടിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങി ഒരു 10 കുക്കുമാർ ജോലിക്ക് വെച്ചു. അതിൽ പലരും ഒരു 2 ദിവസം 3 ദിവസം അവർ വീട്ടിലോട്ട് പോകും, ലീവിലോട്ട് പോകും, ലീവാണെന്ന് പറഞ്ഞ് പോകും. പിന്നെ അവർ തിരികെ വരത്തില്ല. ബെറ്റർ സാലറി കിട്ടുമ്പോൾ അവർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോകും. ബട്ട് കമ്പാരിറ്റീവ്ലി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമുക്കൊരു ലേബർ കോൺട്രാക്റ്റും ഉണ്ട്. ഒരു തൊഴിലാളി ഇവിടെ വന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് മിനിമം നമുക്ക് 2 വർഷം കോൺട്രാക്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെക്യൂരിറ്റി, അതിൻ്റെ ഒപ്പം ലേബർക്കും നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബാക്ക് ടു ബാക്ക് സെക്യൂരിറ്റി എന്ന് ഞാൻ പറഞ്ഞത് അതാണ് മനസ്സിലാക്കുന്നത്. അത് ഇവിടെ അത് ബിസിനസ് വിജയിക്കാൻ ഒരു വലിയ ഘടകം തന്നെയാണ്. ഇവിടുത്തെ നിയമങ്ങൾ വളരെ കർക്കശമായ നിയമങ്ങൾ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എൻ്റെ റെസ്റ്റോറൻറ്റുകളിൽ എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ളൊരു ഇൻസ്പെക്ഷൻ വരുന്നു, കിച്ചൺ ഇൻസ്പെക്ഷൻ വരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം കേൾക്കാം, നാട്ടിലെല്ലാം എത്രയോ ഫുഡ് റിലേറ്റഡ് പ്രോബ്ലംസ് ഓരോ റെസ്റ്റോറൻറ്റുകളിലും കാണുന്നു. ഇവിടെ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന് ഓർത്താൽ ഇവിടെ കൃത്യമായിട്ടുള്ള ആ ഒരു ഓഫീസേഴ്സിൻ്റെ വിസിറ്റും കാരണം വളരെ ഹൈജീനായിട്ടാണ് എല്ലാ റെസ്റ്റോറൻറ്റുകളും കീപ്പ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 90% എന്ന് വേണമെങ്കിൽ പറയാം. ഷൈജുവിൻ്റെ ബിസിനസ് വൈവിധ്യമാർന്നതാണ്. കാറ്ററിംഗ്, റെസ്റ്റോറൻറ്റ്സ്, അഡ്വർടൈസിംഗ്, LED ലൈറ്റ്സ് ട്രേഡിംഗ് എന്നിവയാണ് അതിൽ ചിലത്. ബിസിനസ് രംഗത്ത് ദീർഘവീക്ഷണവും പുതിയ പുതിയ കാഴ്ചപ്പാടുകളുമുള്ള ആളാണ് ഷൈജു. The home in your dreams. The comfort you wanted. We have many options. Nova Castle, Meridian Heights, Blue Diamond, Oakdale, Sharon Hills. One builder with many options. Samson & Sons, Builders and Developers Private Limited. Global Source Trading LLC, CBD, Oman. Global group of companies in Oman, UAE and other Gulf countries, more than a decade. Harmony Music Center near Lama, Ruvi, Wadi Kabir, Oasis Residence, Cobra. Cars available on daily, weekly, monthly and yearly basis. Morning Star Rent-A-Car, Karama. Al Marwa Modern Enterprises, Arami Souk, Mobela. Al Marwa Modern Enterprises, Nakil Road, Barka. Al Marwa Modern Enterprises, Mulanda. Al Marwa Modern Enterprises, Musanna. തൻ്റെ ബിസിനസ്സുകളിൽ ഷൈജുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഫുഡ് ബിസിനസ്സാണ്. മറ്റുള്ളവർക്ക് മനസ്സു നിറഞ്ഞ് നല്ല ഭക്ഷണം കൊടുക്കുക എന്നത് മഹത്തായ കാര്യമാണെന്ന് ഈ മനുഷ്യൻ വിശ്വസിക്കുന്നു. മിസ്റ്റർ മുനീറാണ് എൻ്റെ കാറ്ററിംഗ് പാർട്ണർ. പ്രൈമ കാറ്ററിംഗ് LLC റുവൈസ് പോലുള്ള ഒരു ലേബർ ക്യാമ്പിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പെട്ടെന്ന് വളർന്നു. അത് വളരാനുണ്ടായ ഒരു കാരണം ഇവിടുത്തെ സാധ്യതകൾ ഒന്ന്, രണ്ടാമത്തത് എനിക്കും മുനീറിനും ഞങ്ങളുടെ ഈ ബിസിനസ്സിനോടുണ്ടായിരുന്ന ഒരു എത്തിക്സ്. ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതും ഫുഡ് റിലേറ്റഡ് തിങ്സും എൻ്റെ ഒരു പാഷനാണ്. ഏതോ ഒരു ജർമ്മൻ കമ്പനിയുടെ കോൺട്രാക്റ്റിലാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനി കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ മന്ത്ലി 30th ഡേക്ക് നമുക്ക് ബില്ല് സബ്മിറ്റ് ചെയ്താൽ മതി, അവർ പേയ്മെൻറ്റ് തന്നു. അവർ ആസ് പെർ റൂളിൽ അവരൊരു മെനു കോൺട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ മെനു മാത്രം നമുക്ക് കൊടുത്താൽ മതി. പക്ഷേ ഞാനും എൻ്റെ പാർട്ട്ണറും അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു വിഷൻ ഉണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വൈഫ് നല്ലൊരു കുക്കാണ്. പക്ഷേ ഫുഡ് ഞാൻ ഒരു 6 ദിവസം അടുപ്പിച്ച് വൈഫിൻ്റെ കയ്യിൽ നിന്ന് നല്ല സ്വാദിഷ്ടമായ ഫുഡ് കഴിക്കുമ്പോൾ 7ാമത്തെ ദിവസം വൈഫിനോട് ഞാൻ പറയും നമുക്കൊന്ന് പുറത്ത് പോയിക്കൂടെ. ഇതേ ഒരു സ്വഭാവമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഡെയിലി കമ്പനിക്കാരൻ തരുന്ന ആസ് പെർ മെനു, അതിൽ നിന്നും മാറി ഞങ്ങൾ എല്ലാ ആഴ്ചയിലും മെനു ഞങ്ങൾ ചേഞ്ച് ചെയ്യുകയും എനിക്ക് പല ഡിവിഷനും ഉള്ളതുകൊണ്ട് എല്ലാ ഡിവിഷനിൽ നിന്ന് കുക്കുമാരെ ഷഫിൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്തു വന്നത്. അതുകൊണ്ടാണ് ഒരു കാറ്ററിംഗ് ബിസിനസ്സിൽ 500 പേരെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു കാറ്ററിംഗ് ബിസിനസ് ഇന്ന് 4000-ഓളം പേരിലോട്ട് എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. കച്ചവടത്തിൽ ലാഭം മാത്രമല്ല, കാഴ്ചപ്പാടുകൾക്കും പ്രസക്തിയുണ്ട്. ഞാൻ UAE ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റേതായ ഒരു വിഷൻ ഉണ്ടായിരുന്നു എല്ലാ ബിസിനസ്സിലും. ഞാൻ ബേസിക്കലി ഒരു ബിൽഡർ കം പ്രൊമോട്ടറാണ്. ഊട്ടിയിലെ എൻ്റെ വില്ല പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്പർ 1 ആണ് ഇപ്പോഴും. എൻ്റെ പാർട്ട്ണർമാരെ ഞാൻ ചൂസ് ചെയ്യുന്നതിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് പാർട്ട്ണർ ഇല്ലാതെ ഞാൻ ഒരു ബിസിനസ്സിനും ഇറങ്ങില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തിരുന്നു.
അങ്ങനെ എൻ്റെ ആദ്യത്തെ പ്രൊഫഷണലി ക്വാളിഫൈഡ് പാർട്ണറാണ് മിസ്റ്റർ മുനീർ കാറ്ററിംഗ് രംഗത്ത്. രണ്ടാമത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് LED സൂക്ക് എന്ന് പറയുന്ന സ്ഥാപനം. LED ലൈറ്റ്സ് ഇനിയുള്ള ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഗ്രീൻ എനർജിയുടെ ഭാഗവും സോളാർ ലൈറ്റുകളും LED ലൈറ്റുകളും ദ പാർട്ട് ഓഫ് ഗ്രീൻ എനർജി. എനിക്ക് LED ലൈറ്റിൽ എനിക്ക് പ്രൊഫഷണലി ക്വാളിഫൈഡ് ഒരു പാർട്ണറുണ്ട്, മിസ്റ്റർ സലാം. എൻ്റെ മൂന്നാമത്തെ വെഞ്ചറാണ് സൂക്ക് അഡ്വർടൈസിങ് കമ്പനി. അവിടെയും ഞാനൊരു പ്രൊഫഷണലി ക്വാളിഫൈഡ് പാർട്ണറെ ചൂസ് ചെയ്തിട്ടുണ്ട്. അവരിൽ ഞാൻ അർപ്പിച്ച വിശ്വാസം, അവരുടെ കൂടെ നിന്നുകൊണ്ട് ഓരോ ബിസിനസ്സിലും, ഞാൻ കാറ്ററിംഗ് ഫീൽഡാണെങ്കിൽ കിച്ചണിൻ്റെ അകത്ത് പോയി കുക്കുമാരുടെ ഒപ്പം നിന്ന് ടേസ്റ്റ് മാറി ഞാൻ എൻ്റേതായ ഐഡിയകൾ ഞാൻ എൻ്റെ വൈഫായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് മറ്റുള്ളവരിലേക്ക് താല്പര്യമുണ്ടോ എന്ന് ഞാൻ ആരാഞ്ഞതിന് ശേഷം അത് എൻ്റെ കുക്കുമാർ വഴി ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ബിസിനസ്സുകളിലും എൻ്റെ സൂപ്പർ മാർക്കറ്റുകൾ ദുബായിയുടെ ഹൃദയമധ്യത്തിലോ ഒന്നുമല്ല ഞാൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയകളിലാണ് ഞാൻ സൂപ്പർ മാർക്കറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ റെസ്റ്റോറൻറ്റ്സ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റ് ഫീൽഡിലോട്ട് തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാം ഉപരി ഞാനും എൻ്റെ പാർട്ട്ണർമാരും എൻ്റെ 500ഓളം വരുന്ന തൊഴിലാളികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, അവരുമായിട്ടുള്ള മീറ്റിങ്ങുകളിൽ ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ ഒരു സ്റ്റാഫിൻ്റെ അടുത്തും ബിഹേവ് ചെയ്യാറില്ല. അവരുടെ ഒപ്പം നിന്ന് അവരുടെ പാതയിൽ സഞ്ചരിച്ച് മാർക്കറ്റിംഗ് സ്റ്റാഫ് ആയാലും ശരി, കുക്കുമാരായാലും ശരി, ടെക്നീഷ്യൻസ് ആയാലും ശരി, അവരുടെ ഒപ്പം നിന്ന് അവരുടെ വേവ് ലെങ്ത്തിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് എൻ്റെ ഇന്നത്തെ വിജയം. തീർച്ചയായിട്ടും എനിക്കത് 100% എനിക്ക് പറയാൻ പറ്റും. ഞാൻ വിജയിക്കാനുള്ള കാരണം എൻ്റെ തൊഴിലാളികൾ തന്നെയാണ്. എൻ്റെ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാര്യ ആഷ റോസ്, മാരേജ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. മക്കൾ 2 പേര്, ജോബൽ ജോർജ്, റോസ്ബൽ മറിയ. മമ്മി മരിച്ചുപോയി, പപ്പയുണ്ട്. ഇതാണ് കുടുംബം. വികസിത രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള ഡയറ്റ് ഫുഡ് എന്ന ആശയം നമ്മുടെ നാട്ടിലും എത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഫുഡ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഒരു 10ഓളം റെസ്റ്റോറൻറ്റ്സ്, ഒരു ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ആണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. UAEയുടെ 7 എമിറേറ്റുകളിലും പരന്നു കിടക്കുന്ന 10ഓളം റെസ്റ്റോറൻറ്റുകൾ. ഈ റെസ്റ്റോറൻറ്റുകൾ തീർച്ചയായിട്ടും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ ഫുഡ് തന്നെയാണ്. അപ്പോൾ അതിൽ 14 ജില്ലക്കാർക്കും അവരുടെ ടേസ്റ്റുകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഫുഡ്. അതോടൊപ്പം തന്നെ ഈ UAEയിൽ 4 വർഷത്തിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയ വലിയൊരു സത്യമുണ്ട്, എൻ്റെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സത്യം. ആ സത്യം എന്താണെന്ന് വെച്ചാൽ, ഫാസ്റ്റ് ഫുഡ്, സമയക്കുറവ് കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇതെല്ലാം സഹിച്ച് ഡെയിലി ജോലിക്ക് പോകുന്ന ആളുകൾ, ഇവർക്ക് വേണ്ടി ഇവിടെ പല അമേരിക്കൻ കമ്പനികളും അറബിക് കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്ന അതേ രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഡയറ്റ് ഫുഡ് പാക്ക്. അത് വെരി കോസ്റ്റ്ലിയാണ്. അമേരിക്കൻ കമ്പനികൾ എനിക്ക് തോന്നുന്നത് 3000 ദിറംസ് ആണ് മന്ത്ലി അവർ ചാർജ് ചെയ്യുന്ന ഒരു ഫുഡ് പാക്കിന്. ഡെയിലി അവരുടെ ഫുഡ് പാക്കിൽ വരും 3 നേരത്തെ ഫുഡ്, ഡയറ്റ് പാക്കാണ്. ഇത് എൻ്റെ റെസ്റ്റോറൻറ്റുകൾ, എൻ്റെ 10 റെസ്റ്റോറൻറ്റുകളിൽ ഹോം ഡെലിവറി കൊടുക്കാവുന്ന വളരെ നോമിനൽ പൈസയ്ക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ്, അത് ഞാൻ പല ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് രീതിയിലുള്ള ഫുഡാണ് കൊടുക്കാൻ പറ്റുന്നത് എല്ലാവർക്കും, ഡയബറ്റിക് പേഷ്യൻറ്റിനായാലും ആർക്കായാലും, ഫാസ്റ്റ് ഫുഡ് കഴിച്ച് പ്രോബ്ലംസ് ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഡയറ്റ് ഫുഡ് പാക്ക് എൻ്റെ റെസ്റ്റോറൻറ്റുകളിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെയുള്ള ഒരു 10 റെസ്റ്റോറൻറ്റ്, അതാണ് എൻ്റെ സ്വപ്നം. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ വിഷലിപ്തമായ ലോകത്ത് ഡയറ്റ് ഫുഡ് പ്രചരിപ്പിക്കുകയും അതിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം